എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 T20 പുരുഷ ലോകകപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. T20 എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് T20? 2020 അതാണ് T20 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. T20 എന്ന് വെച്ചാൽ അതിലൂടെ ഉദ്ദേശിക്കുന്നത് 2020. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ പറ്റി അറിഞ്ഞൂടാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഫുൾ ഫോമുകൾ പഠിച്ചു വെച്ചിരിക്കണം. ICC എന്താണ് ICC? ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇതാണ് ICC, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇതാണ് ICC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് IPL? ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇതാണ് IPL എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ ബേസ് ആയിട്ട് പഠിച്ചു വെച്ച് നോക്കണം. 2026 T20 പുരുഷ ലോകകപ്പ് ഇതിൻ്റെ വേദി എവിടെയാണ്? വേദി ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 T20 പുരുഷ ലോകകപ്പ് നടന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ മത്സരം നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഫൈനൽ മത്സരം നടന്ന എവിടെയാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും. 10ാം ക്ലാസ് ലെവലിലുള്ള ഇപ്പം കമ്പനി ബോർഡ് അതുപോലെ തന്നെ LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ സ്റ്റേഡിയങ്ങൾ തന്നിട്ട് അത് ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള അറിയാമല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം കൂടെ പഠിച്ച് വച്ചേക്കണം. നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് ഏത് സംസ്ഥാനത്തിലാണ് വരുന്നത്? അഹമ്മദാബാദ് ഏത് സംസ്ഥാനത്തിൽ? ഗുജറാത്തിലാണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് T20 പുരുഷ ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരം നടന്നത്. ഫൈനൽ മത്സരത്തിൽ ജയിച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ രാജ്യമാണ് ജയിച്ചത്. എന്നാൽ റണ്ണറപ്പായി വന്നത് ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡ് എന്ന് പറയുമ്പം ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ T20 വേൾഡ് കപ്പ് അടിച്ചത്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. ഇന്ത്യ ജയിച്ചു, ന്യൂസിലാൻഡ് റണ്ണറപ്പാണ്. പിന്നെ ഇതിൽ ഇന്ത്യ നേടിയ സ്കോർ 255 ആണ്. 255 റൺസാണ് ഇന്ത്യ നേടിയത്. എങ്കിൽ ന്യൂസിലാൻഡ് നേടിയ എത്ര ആയിരിക്കും? 159 റൺസ്. ഇതിൽ 96 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. 96 റൺസിനാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ജയിച്ചത്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു കൊള്ളാം. ഈ 3 കണക്കുകൾ പഠിച്ചോളാം. ഇത് ഇവിടെ ചോദിക്കുമെന്ന് അറിയാമോ? സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ ചോദിക്കും. T20 വേൾഡ് കപ്പ് നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. 2026 T20 പുരുഷ വേൾഡ് കപ്പ് ഇതിൽ നമ്മുടെ ഇന്ത്യ രാജ്യമാണ് ജയിച്ചത്. അതിനൊപ്പം തന്നെ ഒരു കാര്യം പഠിച്ചു വയ്ക്കണം. ഇന്ത്യ ആദ്യമായിട്ട് T20 പുരുഷ വേൾഡ് കപ്പ് നേടിയത് എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഇന്ത്യ രാജ്യം ആദ്യമായിട്ട് T20 പുരുഷ വേൾഡ് കപ്പ് നേടിയ വർഷം എന്നാണ്? അതിൻ്റെ ആൻസർ 2007. 2007 ഇന്ത്യ ആദ്യമായിട്ട് T20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. 2007 ശേഷം 2024 ഇന്ത്യ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കി. അതിനുശേഷം പിന്നെ 2026 T20 പുരുഷ വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയത്. അങ്ങനെ 3 വർഷങ്ങളിൽ, ഇതാണ് ഇവിടെ പഠിച്ചു വയ്ക്കുന്നതായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം T20 പുരുഷ വേൾഡ് കപ്പ് നേടിയ രാജ്യം ഇന്ത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ തവണ ഏതാണ്? ഇന്ത്യ രാജ്യം. എത്ര തവണയാണ്? 3 പ്രാവശ്യം. 3 തവണയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം
T20 പുരുഷ ലോകകപ്പ് നേടിയിട്ടുള്ളത്. വർഷം ഏതൊക്കെയാണ്? 2007, 2024, 2026 എന്നിങ്ങനെയുള്ള 3 വർഷങ്ങളായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം T20 പുരുഷ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. ഇത് പഠിച്ചല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 2024 പറഞ്ഞല്ലോ, 26 പറഞ്ഞു. ഇവിടെ എന്ത് മനസ്സിലായി? തുടർച്ചയായി ജയിച്ച ആദ്യത്തെ രാജ്യം T20 പുരുഷ ലോകകപ്പ് നേടുന്ന, അതും തുടർച്ചയായി നേടുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. രണ്ടാമത്തെ കാര്യം, തുടർച്ചയായി വരുന്ന ആദ്യത്തെ രാജ്യം, തുടർച്ചയായി ജയിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. 2024 നമ്മൾക്ക് കിട്ടി, 26 നമുക്ക് തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ തുടർച്ചയായി കിട്ടുന്ന ആദ്യത്തെ രാജ്യം. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഇത്രയും പറഞ്ഞതിൽ ചുവപ്പ് മഷി പേനോട് അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യമാണിത്. ഏറ്റവും കൂടുതൽ തവണ, അതുപോലെ തന്നെ തുടർച്ചയായി ജയിച്ച ആദ്യത്തെ രാജ്യം. ഈ 2 കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നോക്കി വെച്ചോളാം. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. T20 എന്താണെന്ന് പറഞ്ഞു. 2020 ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗാണ്. പിന്നെ 2026 വേദി ഇന്ത്യ ശ്രീലങ്ക. ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. പിന്നെ ഫൈനൽ മത്സരത്തിൽ നമ്മളെ ഇന്ത്യ രാജ്യം ജയിച്ചു. റണ്ണറപ്പായി എത്തിയത് ന്യൂസിലൻഡാണ്. 255 റൺസ് ഇന്ത്യ നേടി. ആ സമയത്ത് ന്യൂസിലൻഡ് നേടിയത് 159 റൺസാണ്. അതുകൊണ്ട് തന്നെ 96 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. 96 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. നമുക്ക് ഇതിന് മുമ്പേ T20 വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർഷം 2007, 24. 2007 ആദ്യമായിട്ട് T20 കപ്പ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം കിട്ടിയത് 2024. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് 2026. 24, 26 അത് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? തുടർച്ചയായി ജയിച്ച ആദ്യത്തെ രാജ്യം, തുടർച്ചയായി ജയിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ 3 വർഷങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഏറ്റവും കൂടുതൽ തവണ T20 പുരുഷ ലോകകപ്പ് നേടിയത് ഇന്ത്യ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ തവണ T20 പുരുഷ ലോകകപ്പ് നേടിയത് ഇന്ത്യ രാജ്യമാണ്. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യമായിട്ടാണ് ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. T20 പുരുഷ വേൾഡ് കപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ ടീം ക്യാപ്റ്റൻ ആയിരുന്നത് സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സൂര്യകുമാർ യാദവ്. ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എങ്കിൽ റണ്ണറപ്പായിട്ടുള്ള ന്യൂസിലൻഡിൻ്റെ ടീം ക്യാപ്റ്റൻ ആരാണ്? അതിൻ്റെ ആൻസർ മിച്ചൽ സാന്റ്നർ. ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ, ടീം ക്യാപ്റ്റൻ ആയിരുന്നത് മിച്ചൽ സാന്റ്നർ. മിച്ചൽ സാന്റ്നർ ഇദ്ദേഹമാണ് ന്യൂസിലൻഡിൻ്റെ ടീം ക്യാപ്റ്റൻ ആയിരുന്നത്. 2 പേരുകളുണ്ട്, ഒരേപോലെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചു വച്ചിരിക്കണം. മിച്ചൽ സാന്റ്നർ ഇദ്ദേഹം ന്യൂസിലൻഡ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. എങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ആരായിരുന്നു? ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഗൗതം ഗംഭീർ. ഇദ്ദേഹമാണ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ആയിട്ടുള്ളത്. ഇവിടെ ഗൗതം ഗംഭീർ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പം ഒരു അഡീഷണൽ കാര്യം പഠിച്ചു വച്ചിരിക്കണം. 2026 ഇദ്ദേഹം T20 പുരുഷ ലോകകപ്പ് ഇതിൻ്റെ കോച്ചാണ്. എന്നാൽ 2007 ഞാൻ പറഞ്ഞു ആദ്യത്തെ ലോകകപ്പ് വിജയിച്ചത് ഏതാണ്? 2007. T20 പുരുഷ ലോകകപ്പ് ഇന്ത്യ ആദ്യമായിട്ട് വിജയിച്ചത് 2007. 2007 T20 പുരുഷ ലോകകപ്പിൽ അന്ന് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ആരാണ്? ഗൗതം ഗംഭീറാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. അന്ന് പ്ലെയർ ആയിരുന്നു, ഇന്ന് കോച്ചാണ്. അന്ന് പ്ലെയർ, ഇന്ന് കോച്ച്. അതാണ് ആ ഒരു പ്രത്യേകത. ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. T20 പുരുഷ വേൾഡ് കപ്പ് 2026 ബ്രാൻഡ് അംബാസഡർ ആരാണ്? ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മയാണ് T20 പുരുഷ ലോകകപ്പ് 2026 ബ്രാൻഡ് അംബാസഡർ. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചാൽ ഇവിടെ 4 വ്യക്തികളുടെ പേരാണ് പഠിച്ചിട്ടുള്ളത്. സൂര്യകുമാർ യാദവ്, മിച്ചൽ സാന്റ്നർ, ഗൗതം ഗംഭീർ, രോഹിത് ശർമ്മ. ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ 2026 T20 പുരുഷ വേൾഡ് കപ്പ് ഇതിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയത് സഞ്ജു സാംസൺ. പ്ലെയർ ഓഫ് ദ
ടൂർണമെന്റ് കിട്ടിയത് സഞ്ജു സാംസൺ. ഇദ്ദേഹം മലയാളിയാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. സഞ്ജു സാംസൺ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കിട്ടിയത് സഞ്ജു സാംസൺ. എങ്കിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് ആർക്കാണ്? മാൻ ഓഫ് ദ മാച്ച് ജസ്പ്രീത് ബുംറ. മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയ്ക്കാണ് മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ രീതിക്ക് തന്നെ പഠിച്ചു വെച്ചോളാം. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കിട്ടിയത് സഞ്ജു സാംസൺ എങ്കിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. T20 പുരുഷ വേൾഡ് കപ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് ആർക്കാണ്? സാഹിബ് സാദ ഫർഹാനാണ്. ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് സാഹിബ് സാദ ഫർഹാൻ. ഇയാൾ പാകിസ്ഥാൻകാരനാണ്. കിട്ടിയ റൺസ് 383 ആണ്. 383 റൺസാണ് സാഹിബ് സാദ ഫർഹാൻ ഇദ്ദേഹത്തിന് നേടിയിട്ടുള്ളത്. പുരുഷ T20 വേൾഡ് കപ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് സാഹിബ് സാദ ഫർഹാനാണ്. വേദി ഞാൻ പറഞ്ഞു 2026 വേദി ഏതാണ്? ഇന്ത്യ രാജ്യത്താണ് വേദി. ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ഇന്ത്യ രാജ്യം. ഫസ്റ്റ് കിട്ടിയ രാജ്യം ഇന്ത്യയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് വേദിയും 1ാം സ്ഥാനവും കിട്ടുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. വേദിയും ഫസ്റ്റ് കിട്ടിയതും ഇന്ത്യക്കാണ് എന്നുള്ള പ്രത്യേകത നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. 2026 T20 വേൾഡ് കപ്പിൻ്റെ ആതിഥേയ രാജ്യം ഇന്ത്യയാണ്. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇങ്ങനെ ആതിഥേയ രാജ്യവും 1ാം സ്ഥാനം കിട്ടിയതും ഈ രണ്ട് കാര്യങ്ങൾ ഒത്തുചേർന്ന് വരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള പ്രത്യേകത കിട്ടുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ ഒരു കാര്യം മനസ്സിലായ? അതായത് വേദിയും 1ാം സ്ഥാനവും കിട്ടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം 2026. ഇങ്ങനെയുള്ള പ്രത്യേകത വരുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത കിട്ടുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. നമുക്ക് 2024 ഇന്ത്യ രാജ്യമാണ് ഫസ്റ്റ് കിട്ടിയത്. എന്നാൽ ഇന്ത്യ 2024 വേദി അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകത നമുക്കില്ല. എന്നാൽ 2026 കാര്യത്തിൽ വേദി ഇന്ത്യ രാജ്യമാണ്. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് കിട്ടിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ വേദിയും 1ാം സ്ഥാനവും കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇങ്ങനെയുള്ള പ്രത്യേകത വരുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള 2 വ്യക്തികളുണ്ട്, പഠിച്ചു വെച്ചോളാം. ഒന്ന് ജസ്പ്രീത് ബുംറ. അതിനോടൊപ്പം ഉണ്ടായിരുന്നത് വരുൺ ചക്രവർത്തി. 14 വിക്കറ്റ് സെയിം ആണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. 14 വിക്കറ്റ് ചെയ്ത 2 പേരും നേടിയിട്ടുണ്ട് T20 പുരുഷ വേൾഡ് കപ്പ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് ആരൊക്കെയാണ്? ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും 14 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. എങ്കിൽ ന്യൂസിലാൻഡ് റണ്ണറപ്പാണ് ന്യൂസിലാൻഡ്. അങ്ങനെ ന്യൂസിലാൻഡ് ടീം ക്യാപ്റ്റനായിരുന്നു മിച്ചൽ സാന്റ്നർ. പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഗൗതം ഗംഭീറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2026 കോച്ചാണ്. എന്നാൽ 2007 അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് T20 പുരുഷ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ, ഈ ഒരു പുരുഷ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ രോഹിത് ശർമ്മ. പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയത് സഞ്ജു സാംസൺ. അദ്ദേഹം മലയാളിയാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. പിന്നെ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് ജസ്പ്രീത് ബുംറ. ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയത് ഈ ഒരു കളി മൊത്തത്തിൽ എടുക്കുമ്പം ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിട്ടുള്ളത് സാഹിബ് സാദ ഫർഹാൻ. ഇദ്ദേഹം പാകിസ്ഥാൻകാരനാണ്. 383 റൺസാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ 2 പേരുണ്ട്. ഒന്ന് ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി. 14 വിക്കറ്റ്. പിന്നെ പറഞ്ഞു വേദിയും 1ാം സ്ഥാനം കിട്ടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അങ്ങനെയുള്ള പ്രത്യേകത ഉള്ള ആദ്യത്തെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. 2026 T20 പുരുഷ ലോകകപ്പിലാണ് ഇറ്റലി ടൂർണമെന്റിൽ കളിക്കുവാനുള്ള യോഗ്യത നേടിയിട്ടുള്ളത്. ബംഗ്ലാദേശിന് പകരമായിട്ട് T20 വന്നത് സ്കോട്ട്ലൻഡാണ്. ബംഗ്ലാദേശിന് പകരമായിട്ട് വന്ന ടീം സ്കോട്ട്ലൻഡാണ്. പിന്നെ ഇതിൽ ആകെ 20 ടീമുകൾ ഉണ്ടായിരുന്നു. 20 ടീം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 20 ടീം, 55 മത്സരങ്ങൾ. ഇതൊന്ന് പഠിച്ചു വെച്ചോളാം.
സ്റ്റേറ്റ്മെൻറ്റ് വൈസൊക്കെ എടുത്തിട്ട് ഒന്ന് കറക്കും. അതുകൊണ്ട് ഇതൊന്ന് നോക്കിക്കൊള്ളാം. 2026 വേദി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2026 വേദി ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക. എങ്കിൽ 2026 T20 പുരുഷ ലോകകപ്പിൻ്റെ വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2028 T20 ലോകകപ്പ് നടക്കുന്നത്. 2026 ഇന്ത്യ ശ്രീലങ്കയായിരുന്നു എങ്കിൽ 2028 വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡാണ്. ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ വേണ്ടി പോണത്. 2026 T20 പുരുഷ വേൾഡ് കപ്പിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേക് ശർമ്മ. ഫാസ്റ്റായിട്ട് അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേക് ശർമ്മയാണ്. എങ്കിൽ ഈ ഒരു മത്സരത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയത് ആരാണ്? ഇത് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള അർദ്ധ സെഞ്ചുറി. എങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് സെഞ്ചുറി നേടിയത് ഫിൻ അലൻ. ഇദ്ദേഹത്തിൻ്റെ രാജ്യം പഠിച്ചു വച്ചിരിക്കണം, ന്യൂസിലാൻഡ്. ഫിൻ അലൻ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. 2026 T20 പുരുഷ ലോകകപ്പിലാണ് ഇറ്റലി ആദ്യമായിട്ട് T20 മത്സരത്തിൽ യോഗ്യത നേടിയത്. പിന്നെ പറഞ്ഞു ബംഗ്ലാദേശ് കളിക്കാനായിട്ട് വന്നില്ല, അതിന് പകരമിറങ്ങിയത് സ്കോട്ട്ലൻഡാണ്. 20 ടീമുകളുണ്ടായിരുന്നു, 55 മത്സരങ്ങളുണ്ടായിരുന്നു. 2026 വേദി ഇന്ത്യ ശ്രീലങ്ക. എങ്കിൽ 2028 വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. പിന്നെ ഈ ഒരു 2026 മത്സരത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേക് ശർമ്മ. എങ്കിൽ സെഞ്ചുറി നേടിയത് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയത് ഫിൻ അലൻ. ഇദ്ദേഹത്തിൻ്റെ രാജ്യം ന്യൂസിലാൻഡാണ്. ഇനി സഞ്ജു സാംസൺ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടിയ കാര്യങ്ങൾ അതൊക്കെ നോക്കാം. സഞ്ജു സാംസൺ ഇദ്ദേഹം മലയാളിയാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. സഞ്ജു സാംസൺ 2026 T20 പുരുഷ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത് സഞ്ജു സാംസൺ ആണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. നേരത്തെ മാൻ ഓഫ് ദ മാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ T20 പുരുഷ ലോകകപ്പ് 2026 അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേടിയ സ്കോർ 321 ആണ്. 321 റൺസാണ് അദ്ദേഹം നേടിയത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഒരു കോഡ് രൂപത്തിൽ പഠിച്ചിരിക്കാൻ സാധിക്കും. 1, 2, 3 തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 നമ്മൾ പറയില്ലേ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന കണക്ക് ഇവിടെ എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ സാധിക്കും. 1, 2, 3 സ്റ്റാർട്ട് എന്നുള്ളത് മാറ്റി സഞ്ജു എന്നുള്ള പേരാക്കി കൊടുത്താൽ മതി. 1, 2, 3 സഞ്ജു. അങ്ങനെ ഒരു എളുപ്പ കോഡായിട്ട് നമുക്ക് പഠിച്ചിരിക്കാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒരു കോഡായിട്ട് മാത്രം കരുതണം. 1, 2, 3 സഞ്ജു. 321 റൺസാണ് T20 പുരുഷ ലോകകപ്പ് ഇതുമായി ബന്ധപ്പെട്ട് 2026 സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത്. T20 ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി ആയിരുന്നു. T20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി ആയിരുന്നു. അദ്ദേഹം നേടിയ റൺസ് 319 റൺസാണ്. അത് 2014 ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് നോക്കി വെച്ചോളാം. ഇദ്ദേഹത്തിൻ്റെ റൺസിനെ പൊട്ടിച്ചു. 321 റൺസ് നേടി സഞ്ജു സാംസണാണ് ഇപ്പോൾ നിലവിൽ T20 പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. T20 പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ഇപ്പോൾ നിലവിൽ സഞ്ജു സാംസണാണ്. ഇദ്ദേഹത്തിന്റെ സ്കോർ അറിയാലോ 3-2-1. 2026 T20 പുരുഷ ലോകകപ്പ് ഇതിൽ സഞ്ജു സാംസൺ അടിച്ച സിക്സുകളുടെ എണ്ണം 24 24 സിക്സുകളാണ് സഞ്ജു സാംസൺ അടിച്ചിട്ടുണ്ടായിരുന്നത്. 24 സിക്സുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പഠിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കും. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടുന്ന ആദ്യത്തെ മലയാളി, ഫസ്റ്റ് മലയാളി, അത് സഞ്ജു സാംസണാണ്. T20 പുരുഷ വേൾഡ് കപ്പിൽ ഫൈനലിൽ കളിച്ച ആദ്യത്തെ മലയാളിയാണ് എസ് ശ്രീശാന്ത്. ഇത് ആദ്യത്തെ മലയാളി എങ്കിൽ രണ്ടാമത്തെ മലയാളി സഞ്ജു സാംസൺ. രണ്ടാമത്തെ ആൾ സഞ്ജു സാംസൺ ആണ് എങ്കിൽ ആദ്യത്തെ വ്യക്തി ആരാണ്? എസ് ശ്രീശാന്ത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് 2026 T20 പുരുഷ ലോകകപ്പ്, ഇതിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയത് സഞ്ജു സാംസൺ ആണ്. ഇദ്ദേഹം നേടിയ ആകെ സ്കോർ 321 ആണ്. അതിനെ തിരിച്ചിട്ട് വായിക്കുമ്പോൾ 1-2-3 സഞ്ജു, അതാണ് ഞാൻ പറഞ്ഞ കോഡ്. പിന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം മുമ്പ് വിരാട് കോഹ്ലി ആയിരുന്നു. 2014 വച്ചിട്ടാണ് അദ്ദേഹം 319 റൺസ് എടുത്തത്. എന്നാൽ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സഞ്ജു സാംസൺ 2026 T20 പുരുഷ വേൾഡ് കപ്പിൽ റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. റൺസ് അറിയാലോ, 3-2-1. പിന്നെ ഇതിൽ ഈ ഒരു T20 ഇതിൽ തന്നെ സഞ്ജു സാംസൺ അടിച്ച സിക്സുകളുടെ എണ്ണം 24 T20 പുരുഷ വേൾഡ് കപ്പിൽ എത്തുന്ന ആദ്യത്തെ, അതിൻ്റെ ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ മലയാളി എസ് ശ്രീശാന്ത്. രണ്ടാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. T20യുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ എഴുതിയെടുത്ത് പഠിച്ചു പോകണം. അതിനോടൊപ്പം തന്നെ ചുവപ്പോശി പേനോണ്ട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പോശി പേനോണ്ട് അടയാളപ്പെടുത്തിയെടുത്ത് പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻ്റ് ഇടുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. എങ്കിലേ ഇനി അടുത്ത എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.